ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ പേഡ് എന്ന കവിതയാണ്. സുശീൽ ശുക്ലയാണ് എഴുതിയത്. അപ്പോൾ ആ ഒരു കവിതയുടെ വരികൾ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഉള്ള നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസും ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പേഡ്, സുശീൽ ശുക്ല. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ ഒരു മരമല്ല, തും ദർജി നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തിനെ സീലേ ഘോസ്ലെ, കിത്തിനി സീലി ഹവായി. നീ എന്തുമാത്രം, ഘോസ്ലെ എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടുകൾ തുന്നിയിരിക്കുന്നു. കിത്തിനി സീലി ഹവായി കാറ്റുകൾ തുന്നിയിരിക്കുന്നു. ധൂബ് സിലേ തോ ബിഗർ ഗയി, കതരൻ കതരൻ ഛായായി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം അല്ലേ മരിച്ചപ്പോൾ ബിഗർ ഗെയ് എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിപ്പോയി. കതരൻ കതരൻ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിപ്പോയി. ബിഗർ ഗെയ് എന്ന് പറഞ്ഞാൽ മാറിപ്പോയി. അതായത് എന്ത് മാറിപ്പോയി? നിഴലുകൾ, പ്രകാശം, സൂര്യപ്രകാശം വീണപ്പോൾ നിഴലുകൾ ചിന്നിച്ചിതറിപ്പോയി. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. ഒന്നുകൂടെ നോക്കാം. പേട് തും പേട് നഹി തും ദർജി. തുമ്നെ കിത്തനെ സീലേ ഘോസ്ലെ, കിത്തനി സീലി ഹവായെ. ധൂബ് സിലേ തോ ബിഗർ ഗയി, കതരൻ കതരൻ ഛായായെ. പേട് തും പേട് നഹി തും ദർജി. ബാക്കി വരികളും അർത്ഥവും നോക്കാം. മിട്ടി സിൽക്കർ രംഗ് ബനായെ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് ഒക്കെ തുന്നിയിട്ട് രംഗ് ബനായെ. രംഗ് എന്ന് പറഞ്ഞാൽ നിറമുണ്ടാക്കി. പാനി സിൽ ആകാശ്. പാനി നെയ്തിട്ട് എന്താണ്? പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം. നെയ്തിട്ട് എന്താണ്? ആകാശം തുന്നി അല്ലേ. മിട്ടി രംഗ് ഹവ പാനിക്കോ ജോഡു ദിയാ തരാശ് എന്ന് പറഞ്ഞാൽ മിട്ടി മണ്ണും നിറവും, ഹവ കാറ്റും, പാനി ജലവും ഒക്കെ ചേർത്താണ് ജോഡ് ദിയാ തരാശ് മരത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പേട് തും പേട് നഹി തും ദർജി. മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. തുമ്നെ കിത്തനെ സീലേ കിനാരെ. അതായത് നീ എന്തുമാത്രം കിനാരെ തീരങ്ങൾ അല്ലെങ്കിൽ അരിക് തുന്നിയിരിക്കുന്നു. കിത്തിനി സീലി ജമീനെ. എന്തുമാത്രം ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി തുന്നിയിരിക്കുന്നു. രംഗു മഹക്കി ഹുയി സിലായി ഫൂലു സിലേ പശ്മീനെ. അതായത് നിറങ്ങളൊക്കെ ചേർത്ത് പൂക്കളുണ്ടാക്കിയിരിക്കുന്നു. ആ പൂക്കളൊക്കെ ചേർത്ത് എന്ത് തുന്നിയിരിക്കുന്നു? ഒരു കമ്പിളി തുന്നിയിരിക്കുന്നു, പുതപ്പ് തുന്നിയിരിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. പേട് തും പേട് നഹി തും ദർജി. മരമേ നീയൊരു മരമല്ല, നീയൊരു തുന്നൽക്കാരനാണ്. ആമുമേ ആമുക്കേ സ്വാദ് സിലേ. എന്താണ്? മാങ്ങ അല്ലേ. മാങ്ങയിൽ എന്താണ്? അതിൻ്റെ മാമ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. ജാമുൻമേ ജാമുൻകെ. ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റെ. ബാഗുമേ ബാഗുക്കേ സ്വാദ് സിലേ. ബാഗിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. വനക്കേ പേടുമേ വനക്കേ. വനത്തിലെ മരങ്ങളിൽ വനത്തിൻ്റേത്. പേട് തും പേട് നഹി തും ദർജി. മരമേ നീയൊരു മരമല്ല. എന്താണെന്ന് ഇവിടെ കവി പറയുന്നത്? ഒരു തുന്നൽക്കാരനാണ്, ടൈലറാണെന്നാണ് കവി പറയുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തെ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. പേട് തും പേട് നഹി തും ദർജി. തുമ്നെ കിത്തനെ സീലേ ഘോസ്ലെ, കിത്തനെ സീലേം ഹവായെ. ധൂബ് സിലേ തോ ബിഗർ ഗയി, കതരൻ കതരൻ ഛായായെ. പേട് തും പേട് നഹി തും ദർജി. मिट्टी सिल कर रंग बनाए, पानी सिल आकाश. मिट्टी रंग हवा पानी को जोड़ दिया तराश. पेड़ तुम पेड़ नहीं तुम दर्जी. तुमने कितने सीले किनारे, कितनी सीलीम ज़मीनें. रंग महकी हुई सिलाई फूल सिले पश्मीने. पेड़ तुम पेड़ नहीं तुम दर्जी. आम में आम के स्वाद सिले है, जामुन में जामुन के. बागु में बागु के स्वाद सिले है, वन के पेड़ में वन के. पेड़ तुम पेड़ नहीं तुम ദർജി. അപ്പോൾ പേഡ് എന്ന കവിത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ വരികളിലെ എല്ലാ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.
അപ്പോൾ എല്ലാവരും കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.